NDA ഗവൺമെൻറ് ലാസ്റ്റ് 10 വർഷമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1% പോലും കേരള ഗവൺമെൻറ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഈവൻ വിദ്യാഭ്യാസ നയം അതുപോലും ഇവിടെ അവതരിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. രണ്ടാമതായി ആയുഷ്മാൻ പദ്ധതി അതുപോലും 75 വയസ്സായവർക്കുള്ള ബെനിഫിറ്റ് പോലും ഇവിടെ കേരള ഗവൺമെൻറ് റെഡിയാക്കാൻ തുനിഞ്ഞിറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടത് ലാസ്റ്റ് 10 വർഷം എന്തൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇവിടെ ഡെവലപ്മെൻറ്റ്, ഈവൻ റോഡ് ഡെവലപ്മെൻറ്റ്, ഏവിയേഷൻ ഡെവലപ്മെൻറ്റ്, സീ ഡെവലപ്മെൻറ്റ് ആൻഡ് ഈവൻ സ്റ്റാർട്ടപ്പ്. 2014 സ്റ്റാർട്ടപ്പിൽ 350 തൊട്ട് 500 വരെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഇന്ന് 1,25,000 സ്റ്റാർട്ടപ്പ് എന്ന നിലയിലേക്കാണ് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വളർച്ചയോടൊപ്പം കേരള ഗവൺമെൻറ് വളർന്നില്ല എന്നുള്ളൊരു വസ്തുത എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കണം. ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു മാറ്റം വരണം. LDF UDF നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിണറായി സർക്കാരിൻ്റെ ഭരണം വളരെ മോശമാണ്. ഇവിടെ ഇടതും വലതും ഭരിച്ച് ഒരു വികസനങ്ങളും വരാത്ത സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ വികസനം വരാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരണം. അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിച്ചു വന്നാൽ ആ വികസനം ഇവിടെ ഉണ്ടായിരിക്കണം. വ്യവസായത്തിൽ കുടിൽ വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു ആർജവം ഉണ്ടാകുന്ന ഒരു MP ആണ് നമുക്ക് ആവശ്യം. വ്യവസായങ്ങൾ വളരണം കേരളത്തിൽ, കാർഷിക മേഖലകൾ വളരണം. അപ്പോൾ അതിന് മുഴുവൻ വ്യവസായിക കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമോ ആ പ്രാപ്തിയുള്ള ഒരു MP ആണ് ഈ പാലക്കാട്ടിന് ആവശ്യമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.